എല്ലാവർക്കും സ്വാഗതം. സംഭവം കണ്ടോ, സംഭവിന്റെ മണ്ടയിൽ കേറിട്ടോ. തൂണ്, രണ്ട് തൂണ്. എന്റെ മോനെ പില്ലറ് നോക്ക്. ഇപ്പൊ നമ്മുടെ സ്റ്റുഡിയോന്റെ വർക്ക് ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ കൂട്ടുകാരെ. ഇപ്പൊ ഹൈറ്റ് ഇത്രയും കൂടിയിട്ടുണ്ട്, മുന്നിൽ ഇങ്ങനെ ആർച്ച് പോലെ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അകത്ത് കയറാം. ഇവിടെ ഇങ്ങനെ ഒരു സ്ലാവ് പോലെ വാർത്തതുണ്ടായിരുന്നു കേട്ടോ, പശുവിന് കയറാൻ വേണ്ടിയിട്ട്. നമ്മളെ വഴി പണിയാൻ എടുത്തതിന്റെ ചെങ്കല്ല് ബാക്കി ഉണ്ടായിരുന്നത് ആണ്. എല്ലാം വേറെ പേരാ? ആണോ? എനിക്കെല്ലാം കല്ലായത് കാരണം കൊണ്ട് ഞാനതൊക്കെ ബാലൻസ് ചെയ്യും. എനിക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. എനിക്കങ്ങനെ അത് തന്നെ പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതെ, സാമാന്യ പില്ലർ വീണു. ഇതിന്റെ മേലെ കുറെ ചിപ്സും അതേപോലെ നമ്മുടെ ബാക്കി വന്ന സിമെന്റ് പൊടികളും. എന്താ ചിരിച്ചേ? വാഴക്ക വറുത്ത ചിപ്സ് അല്ല കേട്ടോ. നമ്മുടെ പുല്ലിന്റെ അവസ്ഥ ഇപ്പൊ ഇങ്ങനെ ആയിട്ടോ, നല്ലപോലെ ഗ്രീൻ കളറായിട്ടുണ്ട്. നല്ലോണം സൂര്യപ്രകാശം തട്ടുന്ന കാരണം കണ്ടോ, വളർന്നു കണ്ടോ. ഇതിന്റെ മേലെ എത്തിയിട്ടോ. അവിടെയൊക്കെ കെട്ടി ഇവിടെ സിമെന്റും കൊണ്ട് ഈ രണ്ട് കമ്പികൾ ഉറപ്പിച്ചു. പിന്നെ അവിടെയും കമ്പി വെച്ചു. ഈ സൈഡിൽ കമ്പി വെക്കാനുണ്ടല്ലോ. ഇത്രയും ഹൈറ്റ് കൂടിട്ടോ. ഞാൻ ഇപ്പൊ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലില്ല എത്ര ഹൈറ്റ് കൂടിയിട്ടുണ്ടെന്ന്. നല്ല ഹൈറ്റ് കൂടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യം ഇതായിരുന്നു നമ്മുടെ മേൽക്കൂര. നമ്മളിങ്ങനെ തൊടുമ്പോൾ മേൽക്കൂര എത്തുമായിരുന്നു. ഇപ്പൊ ഇത്രയായി കൂട്ടുകാരെ. സംഭവം തന്നെയാണ് പണിയൊക്കെ എടുത്തത്, ഞാനില്ലായിരുന്നു അല്ലേ സംഭവം. എല്ലാവരും ചോദിക്കുന്നത് ഇത്ര നാൾ എവിടെയായിരുന്നു, ഞങ്ങൾ എങ്ങോട്ടാ പോയേ, എവിടെ പോയ സംഭവം. നമ്മള് വീഡിയോ ഒന്നും ഇവിടെ ഈ പണീന്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാനും ടൈം കിട്ടുന്നില്ല, എഡിറ്റ് ചെയ്യാൻ ടൈം കിട്ടുന്നില്ല. പിന്നെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ടൈം കിട്ടുമ്പോൾ നമ്മൾ ഇതിന്റെ പണി ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ ഇപ്പൊ കറക്റ്റ് ടൈം കിട്ടുന്നില്ല. അതൊരു പ്രശ്നമാണ്, ഭയങ്കര പ്രശ്നമാണ്. കുഞ്ഞിപ്പെണ്ണിനെ കാണിക്കുന്നില്ല. അപ്പയ്ക്ക് അമ്മയ്ക്ക് നല്ല ചുട്ടടി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ തന്നെ തന്നിരിക്കുന്നു. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാമ്പം മിക്കപ്പോഴും വർക്ക് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു സമയത്തായിരിക്കും, സമയത്ത് ചിലപ്പോൾ ഉച്ച സമയത്ത് ഫുഡ് കഴിക്കുന്ന സമയമായിരിക്കും സംഭവം ഇതിൽ വർക്കിന് വേണ്ടിയിട്ട് ഇറങ്ങുക കേട്ടോ. അപ്പം ഞാനും എന്തെങ്കിലുമൊക്കെ വേണേ വന്ന് കൂടും, അല്ലെങ്കിൽ ഞാൻ കയ്യിൽ ഉറക്കലായിരിക്കും. അപ്പോൾ എനിക്ക് വരാനും പറ്റത്തില്ല. സംഭവം ഇവിടെ പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ സംഭവയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണ് കേട്ടോ കൂട്ടുകാർ. ഇങ്ങനെ മെല്ലെ മെല്ലെ പോകുന്നതെന്നാൽ നിങ്ങൾ ചിന്തിക്കും. ഇനി നമുക്ക് നമ്മുടെ വീടിൻ്റെ അകത്തുള്ള അപ്ഡേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. കാണിച്ചു തരാം. വലിയൊരു അപ്ഡേഷൻ നടന്നിട്ടുണ്ട്. ഹായ് റൈന, ഗുഡ് മോർണിംഗ്. ഹായ് ബക്കു, ഗുഡ് മോർണിംഗ്. 5 ചക്കൊരു കുറ്റി. അപ്പോൾ ബക്കു റൈന അവിടെ ഉണ്ട്. നമുക്ക് ബക്കുവിന് തൊട്ടാന്ന് എനിക്കൊന്ന് കൈ കഴുകണം. ഹലോ. അപ്പോൾ നമ്മുടെ മമ്മീനെ കാണിച്ചു തരാം കേട്ടോ. ഇതേ നമ്മുടെ മമ്മി. മമ്മി, ഹലോ മമ്മി. മമ്മീനെ കണ്ടിട്ട് കുറേ ആയി എന്ന് എല്ലാവരും പരാതി പറയും. നമ്മളെന്നും കാണാനില്ല, നമ്മൾ വീഡിയോ ഇടുന്നില്ല, ആരെയും കാണുന്നില്ല എന്ന് പരാതി. ഇവിടെ തന്നെ ഉണ്ട് ഞാൻ കേട്ടോ, എങ്ങും പോയിട്ടില്ല. അതേപോലെ അതിന്റെ ഇടയിൽ തന്നെ നമ്മൾ അച്ചാർ ഇടുന്നതിന്റെ തിരക്കായിരുന്നു പറഞ്ഞല്ലോ. ഇപ്പൊ ചിക്കൻ അച്ചാറുണ്ട്, മീനച്ചാറുണ്ട്, ബീഫ് അച്ചാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടവര് വേഗം കമന്റ് ചെയ്തോളൂ. അപ്പൊ ഇതിന്റെയൊക്കെ തിരക്ക് കാരണം കേട്ടോ, എല്ലാം കൂടി അങ്ങോട്ട് ബാലൻസ് ചെയ്യാനുള്ള അല്ലേ ഒരു കാര്യം തന്നെയല്ല നടക്കുന്നത്. അവനവിടെ പണി നടക്കുന്നു, ചിക്കൻ്റെ ഇടയിൽ വർക്ക് നടക്കുന്നു, അതിൻ്റെ ഇടയിൽ ഓരോരോ പറമ്പിൽ പണി, അങ്ങനെ അങ്ങനെ കാര്യങ്ങളൊക്കെ വരും. മമ്മിയാണേലും ഇവിടുത്തെ പണിയും പിള്ളേർ രണ്ടുപേരും, പിന്നെ ഇടയ്ക്ക് എനിക്ക് വയ്യാണ്ടാകുമ്പോൾ എന്നെയും നോക്കണം. അങ്ങനെയൊക്കെയുള്ള പണികളൊക്കെ മമ്മിക്കും വരും. അങ്ങനെയൊക്കെ കേട്ടോ കൂട്ടുകാരെ. ഈ ബാക്കി രണ്ടുപേരും നല്ല ഉറക്കത്തിലാണ് കേട്ടോ. രണ്ടുപേർക്കും നല്ല വർക്കുണ്ടായിരുന്നല്ലോ. കൈയ്യണ്ടോട് ഭയങ്കര ഉറക്കാ. രാത്രി വർക്ക് ചെയ്തിട്ട് പകലിറന്നിട്ട് ക്ഷീണ ഉറക്കാം. ഇതിൽ ജനൽ തുറന്നിട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിലാണ് അവരെ കാണാൻ പറ്റും നമുക്ക്. രണ്ടും നല്ല ഉറക്കത്തിലാണുള്ളത്. അപ്പോൾ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലോ. ഈ ഒരു ടൈമാണ് എനിക്കും കുറച്ച് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഓടിപ്പാഞ്ഞെല്ലാം നടക്കുന്നതാണേ. സംഭവം ഉണ്ടോ, ഓരോന്നോരോന്ന് എടുത്തുകൊണ്ട് പോകണം. അതേപോലെ നിങ്ങൾക്ക് വേറൊരു സൂത്രം കാണിച്ചു തരാം. നമ്മുടെ സ്ട്രോബെറി പെരക്കാണ് കേട്ടോ കൂട്ടുകാർ. ഇത് നമ്മുടെ സ്ട്രോബെറി പെരക്ക. ഇത് നിറയെ ഇത്രയേ ഉള്ളൂ ആകെ ഹൈറ്റ്. വെച്ചിട്ട് 1 വർഷമായിട്ടുള്ളൂ കേട്ടോ. കായ് കണ്ടോ, നിറയെ കായ് കേട്ടോ. ഇന്നും പഴം ഉണ്ടാവുന്നു. നമ്മൾ ഇന്നലെ പച്ച വരെ അടക്കം പറിച്ചു തന്നു. ഇതുണ്ടോ, ഇത് പച്ചയാണ് കാണുമ്പോൾ, പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ തേൻ വരിക്കേൻ്റെ മധുരം കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ സ്ട്രോബെറി പേരക്കില്ലേ, നിങ്ങൾ മേടിച്ചു വെച്ചോ. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് കമൻറ്റും ചെയ്യണം കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ പിന്നെന്താ, പിന്നെ വേറെ ഒന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നു.
അല്ലേ? നിങ്ങൾക്ക് സുഖമാണോ? നിങ്ങളുടെ വിശേഷമൊക്കെ നിങ്ങൾ കമൻറ്റ് വഴി അറിയിക്കണം. പിന്നെ നമ്മുടെ ജനൽ ഇപ്പോൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഉള്ളത്. ജനൽ വെച്ചിട്ടില്ല. അതിനെന്താ പറയുന്നു ഞാൻ? ജനലിൻ്റെ കട്ടള വെച്ചിട്ടില്ല. എന്നാ കട്ടളയല്ലേ വെച്ചേ? ആ, ഇങ്ങനെ തുറക്കുകയോ അടയ്ക്കുകയും ചെയ്യുന്ന ജനൽ. കുത്തിരി കഞ്ഞി, പയറ് തോരൻ, ചമ്മന്തി, മീൻ വറുത്തത്. വാവ്, സൂപ്പർ. ഇവർക്ക് രണ്ടുപേർക്കും, ഡുഡുവിനും സ്കൈക്കും കഞ്ഞിയാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം. ഇവിടെ ഞമ്മക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കഞ്ഞി. അപ്പോൾ രാവിലെ നമ്മൾ കഞ്ഞിയാട്ടോ കുടിക്കുന്നത്. പിന്നെ കുഞ്ഞേച്ചി ഇവിടെ ഇല്ല കേട്ടോ. കുഞ്ഞേച്ചി അതെ, കുഞ്ഞേച്ചി എവിടെയാണ് പോയെന്നൊക്കെ ഉള്ളത് നമ്മൾ പിന്നെ പറയും. കുഞ്ഞേച്ചി വന്നു കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ കുഞ്ഞേച്ചി വരട്ടെ അല്ലേ? ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ നടക്കുന്നുണ്ടല്ലോ. അപ്പൊ വീട്ടുകാരെ 2 കില്ലാടികൾ എണീച്ച് വന്നിട്ടുണ്ട് കേട്ടോ. 2 പേരെ കുളിപ്പിക്കൊക്കെ ചെയ്തു. പിടിക്കടാ. അപ്പൊ 2 പേരും പച്ചവെള്ളത്തിൽ കുളിയൊക്കെ കഴിഞ്ഞ് നിക്കുന്നതാണ് കേട്ടോ. ഷവറിലല്ലേ വിളിച്ചേ? അപ്പൊ 2 പേരും ഒന്ന് ഒരുക്കി സെറ്റപ്പ് ആക്കിയിട്ട് കാണാം കേട്ടോ. അങ്ങനെ വീട്ടുകാരെ 2 പേര് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് പൊട്ടൊക്കെ തൊട്ട് കണ്ണൊക്കെ എഴുതി നോക്കട്ടെ. ഇങ്ങോട്ടായിട്ട് ഈ കണ്ണായിട്ട് ഡുഡു കുളിച്ച് ഗുഡ് ബോയ് ആയിട്ടുണ്ട്. സ്കൈയും കുളിച്ച് ഗുഡ് ഗേൾ ആയിട്ടുണ്ട്. ആൺകുട്ടിയല്ലേന്ന്. സ്കൈക്ക് പൊട്ട് തൊടുമ്പോൾ എപ്പോഴും ഡൂഡുവിന് കണ്ണെഴുതിക്കണം, പൊട്ട് തൊടണം എന്ന് സ്കൈ പറയൂ കേട്ടോ. അപ്പോൾ ഡൂഡു പറയുന്നതാണ്, ഞാൻ ആൺകുട്ടിയല്ലേ, എനിക്ക് പൊട്ടൊന്നും വേണ്ട സ്കൈന്ന് അല്ലേ? ചുന്തിരിയായോ ചോദിച്ചേ? സുന്ദരിയല്ലേ നീ? പെണ്ണിന് പൊക്കം വെച്ചു. രണ്ടുപേരെയും കുളിപ്പിച്ച ചെളി പോയി കളിച്ചാട്ടോ. അവക്ക് അവളുടെ ചെരുപ്പൊന്നും വേണ്ട, അവന്റെ ചെരുപ്പ് വേണം. അയ്യടാ, ഇപ്പൊ സമയം വൈകുന്നേരമായിട്ടുണ്ട്. ഉച്ചയ്ക്ക് സംഭവിക്കും നല്ല വർക്ക് വന്നേരെ പണിയൊക്കെ നിർത്തി വെച്ച് സംഭവം അതിൻ്റെ പുറകെ പോയി. കണ്ടോ, നമ്മളിങ്ങനെ കോൺക്രീറ്റ് ഇടാൻ വേണ്ടിയിട്ടുള്ള, അത് കഴിഞ്ഞിട്ട് കോൺക്രീറ്റ് ഊർന്നു പോകാണ്ടിരിക്കാനാണോ ഇത് വെച്ചേക്കുന്നത്? ഇതെന്ത് സാധനം? കൂട്ടെല്ലാം കൂടെ കൂട്ടുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ അച്ചാറിൻ്റെ പരിപാടിയാണ്. വെളുത്തുള്ളി ഇത്രേ എനിക്ക് പൊടിക്കുള്ളൂ. സിമ്പിൾ, നിസ്സാരം. എൻ്റെ മുന്നേ ഇതേ സാമ്പാർ വരുന്നു. വലിയൊരു അധ്വാനിയാണ്. കണ്ടോ, കയ്യാലുകൾ 2 ഉണ്ട്. കയ്യാല് കയ്യാള് ഒരു കൊതി കുത്തി കയ്യാലും കയ്യാള് കൊതി കുത്തി. ഈ കൊട്ട കയറി നമ്മ കൊണ്ടുപോകും മുത്തിനെ. ഈ കൊട്ട കയറിയിട്ട് നമ്മ കൊണ്ടുപോകും മുത്തിനെ. ഉണ്ട് ദൈവം, അമ്മന്റെ പൊന്ന് പെനങ്ങോട് അമ്മനോട് നോക്കട്ടെ. എന്റെ ദൈവം എന്റെടാ. ചുച്ചി ഇപ്പൊ വരൂട്ടോ. കുഞ്ഞേച്ചി ഇവിടെ ഇല്ല. അപ്പം ഡുഡുവിന് ഒരു കുഴപ്പമില്ല, കുഞ്ഞേച്ചി ഇല്ലാത്തതിൽ വിഷമം. അങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഉള്ളൊരു വിഷമമുള്ളേ. സ്കൈക്ക് എപ്പോൾ വിഷമമാണ്. അതാണ് ഫുഡ് കഴിക്കില്ല, അങ്ങനത്തെ പരിപാടിയൊക്കെ കേട്ടോ സ്കൈക്ക്. ഉണ്ടിപ്പേ എന്നെ അടിക്കാൻ തോന്നുന്നുണ്ട്. കൈയും കാലൊക്കെ ഇട്ടിട്ട് പൊക്കുന്നുണ്ട് സ്കൈ. അപ്പം നമ്മൾ ഇന്നിടാൻ പോകുന്നത് കേരമീൻ അച്ചാറാണ് കേട്ടോ. അപ്പോൾ കേരമീൻ അച്ചാറിനുള്ള വെളുത്തുള്ളിയാണിത്. ഇത് മൊത്തം പൊളിക്കണം കേട്ടോ. ഇത്രയും വെളുത്തുള്ളി വേണം നമുക്ക് അച്ചാറിന് വേണ്ടിയിട്ട്. അപ്പം അത്രയും പൊളിച്ച് കഴിഞ്ഞിട്ട് കാണാം. വൈകുന്നേരം ആയത് കാരണം ഇവിടെ ഇരിക്കാൻ നല്ല സുഖമുണ്ട്. മുഖത്ത് വെയിലില്ല, പക്ഷേ കാലയിലൊക്കെ വെയിലുണ്ട്. അപ്പോൾ വീട്ടുകാരെ സമയം എന്താണ് വൈകുന്നേരം ആയിട്ടുണ്ട്. ഇന്നത്തെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടോ. കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കേണ്ടായിരുന്നു. നമ്മൾ വേണ്ട മണൽ വാങ്ങിച്ചു കേട്ടോ. മണൽ ഇവിടെ ഇറക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇന്നാണ്ട് കുറച്ച് കോൺക്രീറ്റ് ഇട്ടു അവിടെ. മഴ പെയ്യുമ്പോൾ ഒലിച്ചു പോകാണ്ടിരിക്കും. അവിടെ ചുറ്റി കട്ട വെച്ചത് പറയുന്നത്. അത് തന്നെ. അപ്പോൾ അവിടെ നമ്മുടെ ഈ ഫ്രണ്ടിൽ ഈ സൈഡിലേക്ക് കുറച്ച് കോൺക്രീറ്റ് ഇട്ടോ. കോൺക്രീറ്റ് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതിനകത്ത് കുറച്ച് കല്ല് കൂടുതലായിരുന്നു. സിമെൻറ്റ് മണലും കുറച്ച് കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കല്ലൊക്കെ പൊങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ എങ്ങനെയുണ്ട്? അതിന് ഉണങ്ങി കഴിയുമ്പം എന്തെങ്കിലുമൊക്കെ ഐഡിയ അപ്പോൾ തോന്നുന്നു വെച്ചിട്ട് അതുപോലെ ചെയ്യണം കേട്ടോ. നമ്മൾ ഇതൊന്ന് സംബന്ധിച്ചാൽ എനിക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. ഈ എങ്ങനെയാണ് പണിയുന്നതെന്നോ മീൻസ്
കട്ട വെച്ച് കെട്ടുന്നതിനെ പറ്റിയോ നമുക്ക് ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനകത്തുള്ള കുറേ സംഭവങ്ങൾ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പഠിച്ചാണ് വരുന്നത് കുറച്ച് വെച്ചിട്ട്. ഇപ്പം കോൺക്രീറ്റ് മിക്സ് ചെയ്യുന്നതാണെങ്കിലും എല്ലാം അങ്ങനെ സ്വന്തം ചെയ്യുമ്പോൾ ആണല്ലോ എന്തെങ്കിലും തെറ്റുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് നമ്മളെല്ലാം പഠിച്ചിട്ട് ചെയ്യുന്നതല്ല, നമ്മൾ അറിയാത്ത കാര്യം ശരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹലോ ഞാൻ സാമ്പാർ പ്രോയല്ലേ, അതായത് അറിയാത്ത കാര്യം നമ്മളിങ്ങനെ ചെയ്ത് പഠിക്കുന്നു എന്ന് വെച്ചാൽ പഠിക്കുന്നതല്ല, നമ്മൾ ചെയ്യുന്നു അല്ലേ, നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നു. പക്ഷെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടാ, നിനക്ക് നല്ല ബുദ്ധിയുണ്ട്, ബുദ്ധിയുള്ള ബ്രില്യൻ്റ് ആയിട്ടുള്ള ബുദ്ധി. ഇപ്പൊ ഇനി എങ്ങനെ പ്രൊമോട്ട് ചെയ്യും കേട്ടോ, എനിക്ക് ഇങ്ങനെ പറയാം ഇങ്ങനെ കാണാൻ വരും. കുറച്ച് വെളുത്തുള്ളി കളിക്കുക, നീ പോടി. അങ്ങനെ നമ്മുടെ കേരമീൻ അച്ചാറിൻ്റെ പണി തുടങ്ങി കേട്ടോ. നമ്മുടെ മീനിലെ വെള്ളമൊക്കെ കളഞ്ഞ് വറുത്ത് കോരി ഇഞ്ചിയൊക്കെ വറുത്തിട്ട് മമ്മി ഇത് നല്ല പണിയിലാണ്. നമ്മൾ വെളുത്തുള്ളി അരിയുക, ഇഞ്ചി അരിഞ്ഞു കൊടുക്കുക, അങ്ങനെയുള്ള പരിപാടികൾ മാത്രമേ ഉള്ളൂ. ബാക്കി ഫുൾ കുക്കിങ്ങും പ്രിപ്പറേഷൻ മൊത്തം നമ്മുടെ മമ്മിയാണ് കേട്ടോ. അപ്പോൾ യമ്മി ടേസ്റ്റി ആയിട്ടുള്ള മീനച്ചാർ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കും കേട്ടോ കൂട്ടുകാരെ. നിങ്ങൾക്ക് വേണ്ടവർ വേഗം തന്നെ ഓർഡർ ചെയ്തോളുക. കുഞ്ഞിപ്പെണ്ണ് നേരത്തെ കിടന്നുറങ്ങി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ ഇന്നത്തെ വിശേഷം. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കേ പൊന്മണി.